തൂവെള്ളയിൽ മാത്രം കണ്ട് ശീലിച്ച നഴ്സുമാരെ മാലാഖമാരായിട്ടായിരിക്കും നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവുക. എന്നാൽ കയ്യിലെടുക്കുന്ന ഇഞ്ചക്ഷൻ കാണുമ്പോൾ അവരെ വളരെ ക്രൂരരെന്നും നമുക്ക് തോന്നിപ്പോകും. അതിനുത്തരവിടുന്ന ഡോക്ടറെ പിന്നെ ഒരൽപ്പം ദേഷ്യത്തോടെ അല്ലാണ്ട് നമുക്ക് നോക്കിക്കാണാൻ പറ്റില്ല. ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങളും അതിൽ നിന്നെടുക്കുന്ന ചോര വാർന്ന ശരീരങ്ങളും കരച്ചിലും അലർച്ചയും മാത്രമല്ലേ പലപ്പോഴും ആശുപത്രിയുടെ മുൻവാതിലുകൾ സാക്ഷിയാകുന്നത്. ആശാകുലരായി ചിന്തിച്ചുകൊണ്ട് മൗനഭാവത്തോടു കൂടി ആശുപത്രി വരാന്തയിലെ ബെഞ്ചിലിരിക്കുന്ന ചില മുഖങ്ങളുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ പ്രാർത്ഥനയിലും പ്രതീക്ഷയിലും കലങ്ങിയ കണ്ണോടിരിക്കുന്ന മറ്റു പലരും. ഒടിവും ചതവും മുറിവും വേദനകളും സഹനങ്ങളും ഇതൊക്കെയായിരിക്കും ആശുപത്രിയിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് പലർക്കും മനസ്സിലേക്ക് ഓടി വരുന്ന ചില ചിത്രങ്ങൾ. ഇരിക്കണോ നിൽക്കണോ എന്നറിയില്ല, ടെൻഷൻ അടിച്ച് അക്ഷമരായി തലകും വിലകും നടക്കുന്ന ചില പുരുഷന്മാരെ നമുക്ക് ലേബർ റൂമിന് മുന്നിൽ കാണാൻ പറ്റും. അതിനിടക്ക് വല്ലപ്പോഴും കേൾക്കുന്ന ആ നവജാത ശിശുവിൻ്റെ കരച്ചിൽ കാത്തിരിക്കുന്നവരുടെയും കേൾക്കുന്നവരുടെയും മുഖത്ത് ഒരു പുഞ്ചിരി വിടർത്തും. അതെ, ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ അത്രമാത്രം മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന ഒരിടം അവിടെ മാത്രമാണ്. ഒരുപക്ഷെ ആശുപത്രി വിട്ടു പോകുന്നവരുടെ കൂട്ടത്തിലെ ഏറ്റവും സന്തോഷവും പ്രതീക്ഷയും ഉത്സാഹത്തോടു കൂടി പോകുന്നവർ ഈ കൈക്കുഞ്ഞുമായി പോകുന്നവരായിരിക്കാം. ഇനിയും ഒരു മടങ്ങി വരവ് ഉണ്ടാവാതിരിക്കട്ടെ.